കോൺഗ്രസ്സുകാർ വല്ലാതെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിണറായി വരുന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ തമ്മിൽ തല്ല് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. പക്ഷേ ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ 1-2 വീഡിയോകളിൽ മാത്രം നമ്മൾ ഈ ചാനലിൽ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ മെമ്പർഷിപ്പ് എടുക്കാമെന്നും വളരെ ചെറിയ തുകകൾ 179 മുതൽ മുകളിലേക്കാണ് പല ലെവലുകളിലുള്ള മെമ്പർഷിപ്പ് ഉള്ളത് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. അതിന് വലിയ റെസ്പോൺസാണ് കിട്ടിയത്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയ ആ ഒരു വീഡിയോയിൽ, വളരെ കുറച്ച് പേർ കണ്ടിട്ടുള്ള ആ വീഡിയോയിൽ തന്നെ വളരെയധികം ആളുകൾ ആ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. അവർക്കെല്ലാവർക്കും ഇന്ന് നന്ദി. ഇനി മെമ്പർഷിപ്പ് എടുക്കാനുള്ളവർക്ക് തീർച്ചയായിട്ടും ആ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുന്നതാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് ഒക്കെ എടുത്താൽ മതി, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ കാര്യം ഈ വീഡിയോകൾ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഇതിൻ്റെ ടോപ്പിക്ക് തംബ്നെയിലിൽ കണ്ടതുപോലെ പിണറായി 3.0 വരും, കോൺഗ്രസ് തമ്മിൽ തല്ലേണ്ട എന്നാണ്. ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുമ്പോൾ മിക്ക ആളുകളും വിചാരിക്കുന്നത് ഞാനെന്തോ CPM എനിക്കൊരു പക്ഷപാതിത്വം പിടിപെട്ടു, അതുകൊണ്ട് ഞാൻ CPM അനുകൂലമായി വീഡിയോകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഞാൻ ഇലക്ഷൻ്റെ കാര്യത്തിൽ വളരെ തികഞ്ഞ ഒരു പ്രൊഫഷണലാണ്. ഞാൻ കൃത്യമായി ഡാറ്റകളും എൻ്റെ അനാലിസിസും ഒക്കെ വെച്ച് എനിക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ 8ഓളം തെരഞ്ഞെടുപ്പുകൾ വളരെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എടുത്തു നോക്കിയാൽ 99 സീറ്റുകളിലധികം നേടി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും, LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അന്ന് 99 സീറ്റുകൾ കിട്ടി. വളരെ കൃത്യമായി നോക്കിയാൽ കാണാം, ഞാൻ കാസർഗോഡും വയനാടും മാത്രമാണ് പോകാതിരുന്നത്. അതിൻ്റെ റിസൾട്ട് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 99 സീറ്റുകൾ വരുമെന്ന് പറഞ്ഞത്. പിന്നീട് നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ കർണാടകത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അന്ന് കർണാടകത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രെഡിക്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോഴും കിടക്കുന്നത് മാത്യു സാമുവലിൻ്റെ ചാനലിലാണ്, നാരദ ന്യൂസിലാണ്. ആ മാത്യു സാമുവലിൻ്റെ ചാനലിൽ ആ സമയത്ത് വളരെയധികം ആളുകൾ അത് കണ്ടുകൊണ്ടിരുന്നത് ഒരു പ്രോ സംഘപരിവാർ ആളുകളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ എന്നെ ചീത്ത വിളിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും മാത്യു സാമുവൽ തന്നെ ഇത് ചെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞിട്ടും ഞാൻ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ള എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 130-നും 140-നും അടക്കമുള്ള സീറ്റുകൾ നേടി കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമെന്നും BJPക്ക് വലിയ സീറ്റുകൾ കുറയുമെന്നും 20-ൽ താഴെ സീറ്റുകളായിട്ട് അവിടെ ജനതാദൾ യുണൈറ്റഡ് മാറുമെന്നും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ജനതാദൾ യുണൈറ്റഡിന് കിട്ടിയത് 19 സീറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ വിശകലനങ്ങൾ അത് ഏത് ചാനലിലാണെങ്കിലും അവിടെ ചാനലിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയിട്ടല്ല, പകരം സത്യമായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ നിരവധി തെരഞ്ഞെടുപ്പുകൾ ഞാൻ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ തെരഞ്ഞെടുപ്പ് ഇതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി നേട്ടമുണ്ടാക്കുമെന്നും പക്ഷേ അധികാരത്തിലേക്ക് വരില്ല എന്നുള്ളതുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ 36,400-ലധികം വോട്ടുകൾ നേടി ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. കൃത്യം 37,000 സംതിങ് വോട്ടുകളാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. 61% വോട്ടുകൾ ചാണ്ടി ഉമ്മന് കിട്ടിയിരുന്നു. അത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയാൻ പക്ഷേ വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ അതുകൊണ്ടാണെന്ന് ഭൂരിപക്ഷം തന്നെ കൃത്യമായി പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മൾ പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് 18,600-ലധികം വോട്ടുകൾ നേടി ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടുകൾ നേടിയാണ് ജയിച്ചത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തൃക്കാക്കരയിലുമൊക്കെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഭൂരിപക്ഷം അടക്കം നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഓരോ തെരഞ്ഞെടുപ്പുകളെയും നമ്മൾ വൈകാരികമായിട്ടല്ല കാണുന്നത്, വളരെ യുക്തിസഹമായ രീതികളിലാണ് തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തെറ്റിപ്പോയ 1-2 എണ്ണമുണ്ട്. അതൊന്ന് നിലമ്പൂരിലാണ്. പക്ഷേ നിലമ്പൂരിൽ നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോട് നിങ്ങൾ സംസാരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവസാനത്തെ 2 ദിവസങ്ങൾ കൊണ്ടിട്ട് അവിടെ കൊട്ടിക്കലാശത്തിൽ നിന്ന് PV അൻവർ പിന്മാറുകയും ഏതാണ്ട് മുസ്ലിം ലീഗിന് അദ്ദേഹം ഒരു വാക്ക് കൊടുക്കുകയും അതിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പതുക്കെ പിന്മാറുകയും ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10,000 വോട്ടുകൾ കൂടി PV അൻവർ പിടിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം. പിന്നെ ഒരെണ്ണം തെറ്റിപ്പോയത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി മാനസികമായി.
കാരണം ഞാനൊരു 5-8 മാസങ്ങളിൽ തൃശ്ശൂർ തന്നെ വർക്ക് ചെയ്ത ഒരാളാണ് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം തൃശ്ശൂരിലെ ട്രെൻഡ് എന്താണെന്നുള്ളത്. ഒരു 28% വോട്ടുകൾ അതിനു മുമ്പ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. അത് 44% വോട്ടുകളിലേക്ക് ഉയരും എന്നുള്ളത് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. പക്ഷേ കർണാടകത്തിൽ നിന്നുള്ള ചില BJPയുടെ നേതാക്കൾ വരെ എന്നോട് പറഞ്ഞിരുന്നു ഇത്തവണ ഞങ്ങൾ ജയിക്കും രതീഷ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ജയം എന്നെ വല്ലാതെ ഞെട്ടിച്ചതുകൊണ്ട് തന്നെ ആ ജയത്തിന് ശേഷം ആ കണക്കുകളെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഈ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഉണ്ടാകാത്തതുപോലെ, ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടാകാത്തതുപോലെ അഭൂതപൂർവമായിട്ടുള്ള ഒരു വോട്ട് വർധന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവിടെ ഉണ്ടായി എന്ന് ഏറ്റവും ആദ്യം കണ്ടെത്തുകയും കേരളത്തിലെ ഉന്നതരായിട്ടുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരോട് അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നീട് ഞാൻ തന്നെ എൻ്റെ വീഡിയോ ഇടുകയും എൻ്റെ കയ്യിൽ നിന്നെടുത്ത ഡാറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ KM ഷാജഹാൻ അത് വീഡിയോ എടുത്ത് ചെയ്യുകയും ഒക്കെ ചെയ്തത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ പറ്റുന്ന തെറ്റുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, പക്ഷേ തെറ്റുകൾ കഴിയുന്നത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ നടന്നത് 2024 ലോക്സഭാ ഇലക്ഷനാണ്. ആ 2024 ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ പ്രശാന്ത് കിഷോർ പറഞ്ഞത് തെറ്റിയിരുന്നു, കൂടാതെ CP റാഷിദ് പറഞ്ഞത് തെറ്റിയിരുന്നു. പക്ഷേ അവരൊക്കെ 300-ലധികം സീറ്റുകൾ മേടിച്ചുകൊണ്ട് BJP വലിയ നേട്ടമുണ്ടാക്കും, സീറ്റുകൾ കൂട്ടുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തൊരു കാര്യം, അതും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പേ ഞാൻ ക്രൈം നന്ദകുമാറിനാണ് അന്ന് ഇൻ്റർവ്യൂ കൊടുത്തത്, ക്രൈം ഓൺലൈനിൽ. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് വലിയ തോതിൽ സീറ്റുകൾ കുറയുമെന്നും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കുറയുമെന്നും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 303-ൽ നിന്ന് 240 കുറയുന്ന ഒരു രംഗം കൂടി കണ്ടു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസൾട്ടുകളൊക്കെ തന്നെ ഏതാണ്ട് കൃത്യമായി പ്രവചിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ അസന്നിഗ്ധമായി പറഞ്ഞ കാര്യങ്ങൾ. ഇത്തവണയും നമ്മൾ പറഞ്ഞേക്കുന്നത് LDFന് തിരിച്ചടി ഉണ്ടാകും, CPMന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 99 സീറ്റുകളിലേക്കോ കഴിഞ്ഞ മുമ്പത്തെ തവണ 2016 നേടിയിട്ടുള്ള 91 സീറ്റുകളിലേക്കോ CPM എത്താൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ അറിയേണ്ടത് അതൊരു 73 അല്ലെങ്കിൽ 78 സീറ്റുകൾ കിടക്കുമെന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരോട്, ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ മാനേജ് ചെയ്ത പോലെ അതിഗംഭീരമായി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നിങ്ങൾക്ക് അതുപോലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയില്ല, അതിൽ VD സതീശൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് നിന്നൊരു തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ കഴിയില്ല, കേരളത്തിൽ മുഴുവനുള്ള സന്നാഹങ്ങളെ മുഴുവൻ ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിയാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് വളരെ ഈസിയായി പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യം UDF അധികാരത്തിലേക്ക് വരുമെന്നാണ്. ആർക്കും വലിയ അതിശയമൊന്നും തോന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും അതുപോലെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും ബീഹാറിലെ തെരഞ്ഞെടുപ്പും വളരെ കൃത്യമായി വിശകലനം ചെയ്ത ഒരാളാണ് ഞാൻ പറയാൻ വിട്ടുപോയി. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു, അവിടെ അനായാസമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. അന്നുമൊക്കെ ആളുകൾ എന്നെ ചീത്ത വിളിച്ചിരുന്നു, ഞാൻ NDA കാരനാണ്, BJP കാരനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. യാഥാർത്ഥ്യമൊന്നുമില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ വളരെ കൃത്യമായി വരികൾക്കിടയിലൂടെ വായിച്ചുകൊണ്ട് കാര്യങ്ങളെ പഠിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് MLA-മാരുടെ ഒരു പോപ്പുലാരിറ്റിയുടെ ബലത്തിൽ കഷ്ടിച്ച് LDF രക്ഷപ്പെടും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 73 മുതൽ 78 സീറ്റുകൾ വരെ. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. വലിയ ബഹളമായിരുന്നു, വലിയ അടിയായിരുന്നു ഡൽഹിയിൽ എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം ഇപ്പോഴും ആ അടി തീർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്ന് MK രാഘവൻ എന്ന് പറയുന്ന കോഴിക്കോട് എന്നുള്ള MP വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഹൈക്കമാൻഡിൻ്റെ തലയിലേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന MP-മാരെ മത്സരിപ്പിക്കാത്തത് വെക്കണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ VD സതീശൻ്റെ ഗ്രൂപ്പുകളും അതുപോലെ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പുകളും ഒക്കെ ഉണർന്നെണീക്കുകയും KC വേണുഗോപാൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായി വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വലിയ തോതിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അടികൾ കഴിഞ്ഞ 2021 ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെയുള്ള അടികളെല്ലാം നടക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ സംഭവിക്കാനുള്ളൂ. മിക്കവാറും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത. കേരളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള 6-7ഓളം വരുന്ന സർവേകളിലൊന്നും തന്നെ വലിയ തോതിലുള്ള ആൻറ്റി ഇൻകുംബൻസി കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് കേരളത്തിൽ ആദ്യമായി കോൺഗ്രസിന് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നത് സുനിൽ കനകോലുവാണ്. ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളുടെ കൺസോൾട്ടേഷൻ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടായില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് സുനിൽ കനകോലുവാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോൾട്ടേഷനും അങ്ങനെ പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടില്ല UDFന് അനുകൂലമായി എന്ന് പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പാർട്ടി സംഘടന എന്ന് പറയുന്നത് വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള വളരെ കേഡർ സിസ്റ്റത്തിലുള്ള ഒരു സംവിധാനമാണ്. അവർക്കൊന്നും മനസ്സിലാകാത്ത തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഇവർക്ക് അനുകൂലമായി ഉണ്ടായില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്ലൈറ്റ്ലി കോഴിക്കോട് വലിയ ബെനിഫിറ്റ് ഇവരുണ്ടാക്കും എന്നുള്ള കാര്യം
കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ബെനഫിറ്റ് UDF ഉണ്ടാക്കും, നേരിയ തോതിലെങ്കിലും ഒരു മുൻതൂക്കം ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് തൃശ്ശൂർ മുതൽ എറണാകുളം ഇടുക്കി വരെ വരുമ്പോഴേക്കും ഏതാണ്ട് ഈക്വലായി തീരുകയും പിന്നീട് വരുന്ന ആലപ്പുഴ, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രം എന്ന് പറയുന്ന 4 മണ്ഡലങ്ങളിൽ 39 സീറ്റുകളുണ്ട്. അവിടെ കഴിഞ്ഞ തവണ 4 സീറ്റുകളാണുള്ളത്. ആ 4 സീറ്റുകളിൽ 14 സീറ്റുകളായി 15 സീറ്റുകളായി ഇവർ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഞാൻ പറയുന്നത് ഇതൊരു അൾട്ടിമേറ്റായി ഞാൻ പറയുന്നത് മാത്രം ശരിയാകും എന്നുള്ള നിലക്കല്ല, പക്ഷേ എൻ്റെ തോന്നലുകളാണ്. ഇതിൽ വ്യത്യാസമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ വളരെ തിൻ മാർജിനിൽ ആരെങ്കിലും ജയിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അത്ര വലിയ നമ്മളാരും കാണാത്തൊരു വേവ്, ഈ പറയുന്ന ഇവിടെ സർവേ നടത്തിയിട്ടുള്ള ഒരാളും കാണാത്ത രീതിയിലുള്ള വലിയ തരംഗം ഉണ്ടാകണമെന്നുള്ളതാണ്. ഏതാണ്ട് 1% വോട്ടുകളുടെ വ്യത്യാസത്തിൽ അപ്പോഴും വലിയ എഡ്ജുള്ളത് LDFനാണെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ആ BJP അവരുടെ വോട്ടുകൾ ഇത്തവണ നിലനിർത്താൻ കഴിയാതിരിക്കുകയും ആ വോട്ടുകളിൽ മഹാഭൂരിപക്ഷം ഇവർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് LDFന് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊരു ഡീലിൻ്റെയും ഭാഗമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് വരുന്നത് വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്. കാരണം ചില കോൺഗ്രസ്സുകാരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം VD സതീശൻ്റെ ക്യാമ്പ് വലിയ തോതിലുള്ള ഒച്ചപ്പാടും ബഹളങ്ങൾക്കൊന്നും പോകേണ്ടതില്ല, മെയ് 4 കഴിയട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ VD സതീശനെങ്കിലും സ്പെല്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അത്രമാത്രം ഉറപ്പില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോഴേ തമ്മിത്തല്ലി ഭരിക്കേണ്ടതില്ല. കാരണം പിണറായി വരുവോ ഇല്ലയെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ അടി തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിരവധി തലകൾ ഉരുളും എന്നുള്ളത് നമുക്കറിയാം. ആരൊക്കെ വനവാസത്തിന് പോകേണ്ടി വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ വനവാസത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, VD സതീശനെ പോലുള്ള നേതാവ് വനവാസത്തിനൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. രാഷ്ട്രീയം അത് വലിയൊരു അരാഷ്ട്രീയമായ ഒരു കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കുക എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ആശയങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്, ആമാശയങ്ങൾക്ക് വേണ്ടിയല്ല എന്നാണ് ജനം വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ താങ്കൾ വനവാസത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ തല്ലി തൽക്കാലം മെയ് 4 വരെയെങ്കിലും ജീവിച്ചിരിക്കണം. അതിനു മുമ്പേ മരിക്കണ്ട. കാരണം തമ്മിത്തല്ലി മരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ ഈ ഭരണമെങ്ങാനും കിട്ടിയാലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ ഇരിക്കൂ, തമ്മിത്തല്ലി മരിക്കാതിരിക്കൂ. മുഖ്യമന്ത്രി സ്ഥാനം വരട്ടെ. പിണറായി തുടരുമോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇതുണ്ടായാൽ മതി. പിണറായി തുടർന്നാൽ ഈ അടി ഭീകരമായിരിക്കും എന്നുള്ളത് കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആണെങ്കിലും അടി ഉണ്ടാവും. പിണറായി തുടർന്നാലും വലിയ അടി ഉണ്ടാവും, പിണറായി തുടർന്നില്ലെങ്കിലും അടി ഉണ്ടാവും. എന്താണെങ്കിലും മെയ് 4 വരെയെങ്കിലും നിങ്ങളൊന്ന് സമാധാനമായിരിക്കും. അന്ന് ഉച്ചയാകുമ്പോൾ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.